ജിജി ജോസഫ് കൂടിയുണ്ട്. ശശി, മുസ്ലിം സമുദായ സംഘടനകളുടെ പത്രങ്ങളിൽ മാത്രമായിട്ട് LDF ഈ പരസ്യം കൊടുത്തതിനെ അതിലെ കണ്ടന്റും കൂടി നോക്കണം നിങ്ങൾ. അത് സന്ദീപ് വാര്യരുടെ വാചകങ്ങളാണ്. അപ്പോൾ നിങ്ങൾ അതിനകത്ത് ഈ സന്ദീപ് വാര്യർ പറഞ്ഞതിനോട് നിങ്ങൾക്ക് വിയോജിക്കാനും പറ്റുകയില്ല, കാരണം അത് BJPയുടെ നിലപാട് തന്നെയാണ്. അതേസമയം LDF ഇങ്ങനെ പരസ്യം കൊടുത്തത് എന്തിനാണ് എന്നുള്ള ആ ലക്ഷ്യം നിങ്ങൾക്ക് അറിയുകയും ചെയ്യാം. അപ്പോൾ ഇതിന്റെ രണ്ടിന്റെയും ഇടയിൽ നിന്നുകൊണ്ടാണല്ലോ നിങ്ങളൊരു നിലപാടെടുക്കുന്നത്. അതെന്താണ്? അല്ല, നിലപാടുകളൊക്കെ അവിടെ നിൽക്കട്ടെ. അതിനു മുമ്പ് സത്യത്തിൽ മഞ്ജുഷ് ഈ ചർച്ചയ്ക്ക് BJP പ്രതിനിധി എന്ന നിലയ്ക്ക് നമ്മളെ വിളിക്കണ്ടായിരുന്നു. മറ്റൊന്നുമല്ല, ഇവര് ഈ തനിനിറ ഇങ്ങ് പുറത്തേക്ക് ഇറങ്ങട്ടെ. എന്തൊക്കെയാ ഇവർ പറഞ്ഞേ? വർഗീയതയ്ക്കെതിരെ പുരോഗമനപരമായിട്ട് ഇത് ജനാധിപത്യ കേരളമാണ്, ഇത് പ്രബുദ്ധ കേരളമാണ്, ഇവിടെ ഫാസിസ്റ്റ് വിരുദ്ധ ചേരിയാണ്, BJPക്കെതിരെ നിലകൊള്ളുകയാണ്, വർഗീയതയൊന്നും ഇല്ലാത്ത ആളുകളാണ്. ഇവരെന്തൊക്കെ ഈ പറയുന്നത്? ഇവർ വർഗീയതയല്ലാതെ ഒന്നും പറയുന്നില്ല. കാഫർ ഷോട്ടിന്റെ ക്ഷീണം മാറിയില്ല. അതിനു മുമ്പ് തുടങ്ങിയത് എന്താ? ഇവര് ഒരാള് പറയുകയാണ്, MP രാജേഷ് ബീഫ് ഫെസ്റ്റിവൽ നടത്തിയപ്പോൾ റിജിൻ മാക്കുട്ടി പശുക്കുട്ടിയെ റോഡിലിട്ട് അറുത്ത് തൻ്റെ നിലപാടുകൾ വ്യക്തമാക്കുകയാണ്. എന്താണ് ഇവർ വ്യക്തമാക്കുന്നത്? ഏത് പത്രത്തിലാണ് പരസ്യം കൊടുക്കുന്നത്? ആരാണ് TG? ആരാണ് ടാർഗറ്റ് പോയിന്റ്? ടാർഗറ്റ് പോയിന്റ് 23% വരുന്ന ഒരു ന്യൂനപക്ഷത്തിലെ മുസ്ലിം കമ്മ്യൂണിറ്റിയെ മാത്രമാണ് ടാർഗറ്റ്. അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് രണ്ടുപേരും മത്സരിക്കുന്നത്. ഒരാൾ ഗ്രീൻ ആർമി ഇറക്കുമ്പോൾ മറ്റേ ആൾ ഗ്രീൻ സ്ക്വാഡ് ഇറക്കുന്നു. എന്നിട്ട് ഈ നാട്ടിൽ മത്സരിക്കുകയാണ്. മുസ്ലിം പ്രീണനത്തിന് വേണ്ടി രണ്ടുപേരും മത്സരിക്കുക. എന്നിട്ട് രണ്ടുപേരും ബാക്കിയുള്ളവരാരും മനുഷ്യരില്ലേ? അവരാരും വോട്ടർമാരല്ലേ? നിങ്ങൾ രണ്ടുപേരും എന്താ ഈ പറയുന്നത്? ഞങ്ങളെ ഭയങ്കര വർഗീയവാദികളാണ്, ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്നവരാണെന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ എന്താ ഈ കാണിക്കുന്നത്? നിങ്ങൾ എന്തൊക്കെയാ എഴുതി പിടിപ്പിക്കുന്നത്? നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണ് ഈ പത്രത്തിൽ പരസ്യം കൊടുത്തത്? നിങ്ങൾ എന്തിനാണ് ഒരു ബീഫ് ഫെസ്റ്റിവൽ നടത്തുമ്പോൾ പശുക്കുട്ടി അറുത്തുകൊണ്ട് നിങ്ങൾ ഇത് കാണിക്കുന്നത്? ഇന്നലെ ഞാനൊരു ചർച്ചയ്ക്ക് ഇരുന്നപ്പോൾ കോൺഗ്രസിന്റെ പ്രതിനിധി ജിൻഡോയെ അടുത്ത് ഞാൻ പറഞ്ഞു, മുനമ്പം വിഷയം നിങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്തു? നിങ്ങൾ രണ്ടുപേരും ഒന്നല്ലേ എന്ന് ചോദിച്ചപ്പോൾ അപ്പം തന്നെ പറഞ്ഞു, ജിജി വർഗീയത പറയരുത്. മുനമ്പം പ്രശ്നം എങ്ങനെയാണ് വർഗീയതയാവുന്നത്? നിങ്ങൾക്കെല്ലാം വർഗീയത ഒരു വിഭാഗത്തിന് മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് നിങ്ങളുടെ ഈ രാഷ്ട്രീയ പ്രസ്ഥാനം മുന്നോട്ട് പോകുന്നത്. ഇങ്ങനെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് മുന്നോട്ട് പോകാൻ പറ്റുമോ? എന്നിട്ട് വിളിച്ചു പറയുന്നത് സംഘപരിവാർ ഫാസിസ്റ്റ് ആണ്, ഇവരാകെ വർഗീയതയാണ്, കുഴപ്പമുണ്ടാകും. ഞങ്ങളിപ്പോൾ ഇതാ മാറിയിരിക്കുക. നിങ്ങൾ എന്താ ഈ കാണിക്കുന്നത്? പാലക്കാടിന്റെ വീഥികളിൽ നിങ്ങളിങ്ങനെ വിഷം തുപ്പിക്കൊണ്ടിരിക്കുകയല്ലേ? എന്നിട്ട് നിങ്ങൾ CPM-ന്റെ പ്രതിനിധിയല്ലേ പൊതു പ്ലാറ്റ്ഫോമിൽ ഉള്ളതുമായ വാചകങ്ങളാണ് അവർ പരസ്യത്തിൽ നൽകിയിരിക്കുന്നത്. അപ്പോൾ സന്ദീപ് വാര്യരുടെ ഈ നിലപാടിനെ, പഴയ നിലപാടിനെ എന്ന് പറയാം, ഇപ്പോൾ കോൺഗ്രസിൽ ചേർന്നുകൊണ്ട് നിലപാട് മാറിയെന്നാണല്ലോ, ഇതിനെ തുറന്നു കാട്ടുവാൻ CPM തയ്യാറാവരുത് എന്നാണോ താങ്കൾ പറയുന്നത്? CPM-ഉം LDF-ഉം സന്ദീപ് അങ്ങനെ സമൂഹത്തിന് ചേരാത്ത പല നിലപാടുകളും എടുത്തിട്ടുണ്ട്. സമൂഹത്തിന് ചേരാത്ത പല നിലപാടുകളും എടുത്ത സമയത്ത് സന്ദീപിന് പല പ്രാവശ്യവും താക്കീത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ താക്കീത് കൊടുത്തതിന് ശേഷം ആ താക്കീതുകളൊന്നും കേൾക്കാതെ വീണ്ടും വിദ്വേഷപരമായ കാര്യങ്ങൾ നടത്തുമ്പോൾ, പ്രചരണങ്ങൾ നടത്തുമ്പോൾ അദ്ദേഹത്തെ ചുമതലയിൽ നിന്ന് തൽക്കാലം മാറ്റി നിർത്തിയിട്ടുണ്ട്. ഇത് സംസ്ഥാന പ്രസിഡന്റ് പല പ്രശ്നങ്ങളും പാർട്ടിയുടെ നിലപാടാണ്. ഇതെല്ലാം ഇപ്പോഴും BJPയുടെ നിലപാടാണ്. ഈ സിറാജിലും സുപ്രഭാതത്തിലും നോക്കുമ്പോൾ, LDF-ന്റെ ഈ പരസ്യം നോക്കുമ്പോൾ അതിൽ സന്ദീപിന്റേതായി വന്നിരിക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ, അത് നിലവിൽ BJPയുടെ നിലപാട് തന്നെയല്ലേ? സന്ദീപ് അന്ന് BJPയുടെ ഉജ്ജ്വലനായ വക്താവായിരുന്നത് കൊണ്ട് കുറച്ചുകൂടി ആളുകളെ കൊല്ലണം എന്നൊന്നും BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് എവിടെയെങ്കിലും പോസ്റ്റ് ഇട്ടുണ്ടോ? ഇപ്പൊ ഈ പോസ്റ്റ് ഇട്ടേക്കുന്ന പോലെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. ഞാൻ ശ്രദ്ധിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് BJPയുടെ സംസ്ഥാന പ്രസിഡന്റാണ് BJPയുടെ നിലപാടുകളിലെ പോസ്റ്റ് ഇടുന്നത്. പക്ഷെ ഇവിടെ ഇട്ട പോസ്റ്റുകളൊന്നും അങ്ങനെയല്ലല്ലോ.
ഇവിടെ ഇട്ട പോസ്റ്റുകൾ മുഴുവൻ അല്ലാത്ത പോസ്റ്റുകളല്ലേ? ഇങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. നമ്മളൊരാളെ പാർട്ടിയിൽ നിന്ന് ചുമതലയിൽ നിന്ന് മാറ്റുന്ന സമയത്ത് നമ്മൾ പല നിലപാടുകൾ എടുക്കും. നമുക്ക് യോജിക്കാൻ പറ്റാത്ത കാര്യങ്ങളുണ്ടാവും. ആ കാര്യങ്ങളുള്ളതൊക്കെ കൊണ്ടാണ് നമ്മൾ അദ്ദേഹത്തിന് പല സമയത്തായിട്ട് വാൺ ചെയ്തിട്ടുള്ളത്. ഈ വാണിംഗ് മുഴുവൻ മുഖവിലയ്ക്ക് എടുക്കാതെ അദ്ദേഹത്തിന്റെ നിലപാടുകളുമായി മുന്നോട്ട് പോകുമ്പോൾ നമുക്കത് സഹിക്കാൻ പറ്റാതെ വരും. നിങ്ങൾ ഈ പാർട്ടിയിൽപ്പെട്ട എത്രയോ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന PK കൃഷ്ണദാസ്, ജനറൽ സെക്രട്ടറിമാരായിട്ടുള്ള MT രമേശ്, അതുപോലെ AN രാധാകൃഷ്ണൻ, ഇതുപോലെ എല്ലാവരുടെയും പോസ്റ്റിൽ ആരുടെയെങ്കിലും പോസ്റ്റിൽ ഇതുപോലത്തെ പ്രശ്നങ്ങൾ കണ്ടിട്ടുണ്ടോ? മാന്യമായ രാഷ്ട്രീയം പറയുന്ന പോസ്റ്റുകളാണ് ഉള്ളത്. അല്ലാത്ത പോസ്റ്റുകൾ പല സമയത്തും ഒരല്പം കൂടുതലായി പോയി എന്ന് തോന്നിയത് കൊണ്ട് തന്നെയാണ് നമ്മൾ ഇദ്ദേഹത്തിനെതിരെ പല നിലപാടുകളും എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ പാർട്ടിയിൽ നിന്ന് പോകേണ്ടി വന്നതും. അല്ലാതെ മറ്റൊന്നുമല്ല കാരണം. കസേര കിട്ടാത്തൊക്കെയാണ് കാരണം. കസേര കിട്ടാത്ത ഇവിടെ ആർക്ക് കസേര കിട്ടി? ഞാൻ ആ പരിപാടി പോയിട്ടുണ്ടായിരുന്നു. ഞാൻ സംസ്ഥാന ഭാരവാഹി ലിസ്റ്റിൽപ്പെട്ട ആളാണ്. അങ്ങനെ എത്രയോ സംസ്ഥാന ഭാരവാഹികൾ അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങളൊക്കെ താഴെയല്ലിരുന്നത്. സന്ദീപ് സംസ്ഥാന കമ്മിറ്റി അംഗം. ഒരു പ്രോട്ടോകോൾ ഇല്ലേ, സംസ്ഥാന കമ്മിറ്റി അംഗത്തിന് കസേര വേണം എന്ന് പറയുന്നത് എന്ത് ന്യായത്തിന്റെ അടിസ്ഥാനത്തിലാണ്? അപ്പൊ അതൊന്നുമല്ല കാരണം മറ്റ് പലതുമാണ്. ഈ പരിസരത്ത് നിൽക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത് തന്നെയാണ് അദ്ദേഹത്തിന് പോകാനുള്ള കാരണവും. ഈ അദ്ദേഹത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രാദേശിക നേതാവ് പാർട്ടിയിൽ വരുമ്പോൾ ആദ്യം പാണക്കാട് കൊണ്ട് കാണിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തൊരു രാഷ്ട്രീയ മര്യാദയാണ് സാറേ. അവിടെയാണ് അത് അങ്ങനെ ഒരു മുന്നണിയിൽ എന്നാ PJ ജോസഫിനെ കാണിക്കാൻ എന്താ? അതെന്താ കാരണം? PJ ജോസഫിനെ കാണാൻ പോയില്ല. എന്നാ ആത്മീയ ആചാരനാണ്, തട്ടിൽ പിതാവിനെ കാണാൻ പോകാത്ത എന്താ? ഇവരൊന്നും അവരെ ബഹുമാനിക്കുന്നില്ലെന്നേ. അതല്ലെന്ന് ഈ രണ്ട് കക്ഷികളിലെയും പ്രശ്നം. രണ്ട് കക്ഷികളും ഒരേ സ്ക്വാഡല്ലേ ഉണ്ടാക്കിയെന്ന്. ഗ്രീൻ സ്ക്വാഡും ഗ്രീൻ ആർമിയും ഉണ്ടാക്കിയെന്ന രണ്ട് കക്ഷികളും അവരെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. ബാക്കിയുള്ളവരൊന്നും മനുഷ്യരല്ല. ഇവർ തമ്മിൽ തല്ലുന്നൊന്ന് കാണാമായിരുന്നു. കാണാമായിരുന്നു. പാണക്കാട് പോയതിനെ LDF എതിർത്തിരുന്നു. അല്ല, ഞാൻ പാണക്കാട് പോയെന്ന് LDF എതിർത്തല്ല പറഞ്ഞത്. ഞാൻ ഈ കോൺഗ്രസ് പാർട്ടിയുടെ ഒരു ഗതികേടിനെ കുറിച്ചാണ് പറയുന്നത്. ഇവിടുന്ന് തൃശ്ശൂർ വിട്ട് അപ്പുറത്തേക്ക് പോകുന്ന കോൺഗ്രസിന്റെ DCC പ്രസിഡന്റുമാരെ തീരുമാനിക്കാൻ കുഞ്ഞാലിക്കുട്ടിയോടും തങ്ങളോടും ചോദിക്കേണ്ടി വരുന്ന ഒരു ഗതികേട് ഈ പാർട്ടിക്ക് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ആ മേഖലയിൽ ഇസ്രായേൽ വിരുദ്ധ സമരം നടത്താൻ CPM-ഉം കോൺഗ്രസും നടത്തുന്ന ഒരു വ്യഗ്രത, കോട്ടയത്തേക്കോ കൊച്ചിയിലേക്കോ വന്ന് ഈ വ്യഗ്രതയൊന്നും ഇല്ലാത്തതും നമ്മൾ കാണുന്നുണ്ട്. ഇവർക്ക് ഇപ്പോൾ പ്രധാനപ്പെട്ട വർഗീയത പ്രശ്നങ്ങൾ ഏതൊക്കെയെന്ന് അറിയാമോ? ഒന്ന് ഇസ്രായേൽ പ്രശ്നം, രണ്ട് മുനമ്പം. ഇതുപോലത്തെ പ്രശ്നങ്ങളാണ് ഇവരുടെ വർഗീയത ഉള്ള പ്രശ്നങ്ങൾ. ബാക്കി അവർ ടാർഗറ്റ് ചെയ്യുന്നത് മുഴുവനും ഒരു വിഭാഗത്തെ മാത്രമാണ്. മറ്റു വിഭാഗങ്ങൾ ആരും ഈ കേരളത്തിൽ ജീവിക്കുന്നില്ല എന്നുള്ള തോന്നലിലാണ് മുന്നോട്ട് പോകുന്നത്. ഇതാണ് വർഗീയത എന്ന് പറയുന്നത്. ഇന്ത്യയിൽ നന്നായി വർഗീയത കളിക്കാൻ അറിയാവുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് കോൺഗ്രസ്. കേരളത്തിൽ ഇവർ ഈ തെരഞ്ഞെടുപ്പ് എന്ന് തുടങ്ങിയോ അന്ന് മുതൽ ഇവിടെ വർഗീയതയാണ് കളിച്ചിട്ടുള്ളത്. CPM-ഉം കോൺഗ്രസും വീടിനകത്തേക്ക് വർഗീയത കയറ്റിക്കൊണ്ടുപോയി അവിടെ തിരുനാളം കത്തിച്ച് അവിടെ നിന്ന് ലാഭം കൊയ്ത് അങ്ങനെ അധികാരത്തിലെത്തിയവരാണ്. പുറത്ത് വന്നു നിന്ന് ഞങ്ങൾ പുരോഗമനവാദികളാണ്, ഞങ്ങൾ ഫാസിസ്റ്റ് വിരുദ്ധരാണ്, ഞങ്ങൾ ഇന്ത്യ മുന്നണിയാണ്, ഒരേ ചേരിയാണ്, BJP ആണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുകയും BJP വന്നാൽ ഈ നാട്ടിലെ മുസ്ലിങ്ങൾ നാട് വിട്ടു പോകേണ്ടി വരുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ക്രിസ്ത്യാനികൾ ഈ നാട് വിട്ടേ ഈ ഇസ്രായേലിലേക്ക് പോകേണ്ടി വരും, അല്ല അമേരിക്കയിൽ പോകേണ്ടി വരുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന ആളുകളാണ്. 2014 അധികാരത്തിൽ വന്നപ്പോൾ ഇനി നിങ്ങൾക്കാർക്കും രക്ഷയില്ല, വേണമെങ്കിൽ പാകിസ്ഥാനിൽ പോക്കോ, അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനിൽ പൊക്കോ, വേണമെങ്കിൽ ബംഗ്ലാദേശിൽ പൊക്കോ എന്ന് പറഞ്ഞ ആളുകളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്നവരാണ്. ആ നാട്ടുകാർക്ക് ആ വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഈ നാട്ടിലൊരു പ്രശ്നമില്ല. UP-യിൽ മുസ്ലിം ന്യൂനപക്ഷം കൂടുതലായുള്ള ഭൂരിപക്ഷമുള്ള സ്ഥലത്ത് BJP-യുടെ സ്ഥാനാർത്ഥിയാണ് ജയിക്കുന്നത്. വികസനമാണ് ഞങ്ങളുടെ അജണ്ട. വികസനം വീട്ടിലെത്തിക്കുന്നതാണ് ഞങ്ങളുടെ അജണ്ട.